ഉത്തരക്കടലാസുകളുടെ പകർപ്പ് മാറി നൽകിയെന്ന പരാതിയിൽ വീഴ്ച സംബന്ധിച്ച് CBSE പരാതി ഉന്നയിച്ച വിദ്യാർത്ഥികൾ ശരിയായ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് നൽകി. ഉത്തരക്കടലാസുകളുടെ പേപ്പറുകൾ മാറിയാണ് നൽകിയെന്ന പരാതി വിദ്യാർത്ഥികളായ വേദന്ത്, സഞ്ജന എന്നിവരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചത്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, അവസാനം ഈ ഒരു ഉത്തരക്കടലാസുകൾ മാറി നൽകി എന്ന ഒരു പരാതി വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്നു. ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ എന്തായാലും CBSE വീഴ്ച സംബന്ധിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഈ തങ്ങൾ അപേക്ഷിച്ച ചോദ്യപേപ്പർ ഈ ഉത്തരക്കടലാസുകൾക്ക് പകരം വേറെയാണ് നൽകിയത്. അതായത് തങ്ങളുടെ കൈയക്ഷരത്തിലുള്ള ഉത്തരക്കടലാസുകളല്ല, അത് തങ്ങളുടെ ഉത്തരക്കടലാസുകളല്ല CBSE നൽകിയത് എന്നുള്ള ഒരു കാര്യം ഉന്നയിച്ചത്, അല്ലെങ്കിൽ ഒരു പരാതി ഉന്നയിച്ചത് അത് വേദാന്ത് അതുപോലെ തന്നെ സജ്ന എന്നീ വിദ്യാർത്ഥികളാണ് പ്രധാനമായും ഈ പരാതി ഉന്നയിച്ചത്. അവരുടെ ഫിസിക്സ്, കെമിസ്ട്രി പരീക്ഷാ പേപ്പറുകൾ മാറി എന്നുള്ളതായിരുന്നു അവരുടെ പരാതി എന്ന് പറയുന്നത്. പക്ഷേ ഇവരുടെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ പരാതി ഉന്നയിച്ചതിന് പിന്നാലെ ഇവർക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണമാണ് നടന്നത്. ഈ വിദ്യാർത്ഥികളെ ഈ പാകിസ്ഥാനികളാണ് ഇതിന് പിന്നിൽ ഫേക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ വ്യാജ പ്രൊഫൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ് എന്നുള്ള വിമർശനം വ്യാപകമായി ഈ കുട്ടികൾക്കെതിരെ ഉയരുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് ഈ CBSE ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അക്കാര്യത്തിൽ ഒരു പിഴവ് സമ്മതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിഴവ് സമ്മതിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഈ വിദ്യാർത്ഥികൾക്ക് CBSE ഇമെയിൽ മുഖേന സന്ദേശം അയക്കുകയും ചെയ്തു. ഈ സന്ദേശത്തിലാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് ഈ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ നൽകിയതിൽ പിഴവ് പറ്റി എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇതിന് പകരമായി മാറിപ്പോയതിന് പകരമുള്ള യഥാർത്ഥ ചോദ്യപേപ്പറുകൾ, ഉത്തരക്കടലാസുകൾ, ഈ വിദ്യാർത്ഥികളുടെ യഥാർത്ഥ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ നൽകാമെന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല പുനർമൂല്യനിർണ്ണയത്തിൽ അത് പരിഗണിക്കുമെന്നുകൂടി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ CBSEയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തുടരുകയാണ്. പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ നൽകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. വെബ്സൈറ്റ് ബ്ലോക്ക് ആവുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതിപ്പോഴും ശരിയായിട്ടില്ല. പക്ഷേ ഇന്നു മുതൽ തന്നെ ഈ പുനർമൂല്യനിർണ്ണയത്തിൻ്റെ നടപടികൾ തുടങ്ങുമെന്ന് CBSE അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ CBSE ഇക്കാര്യത്തിൽ ഒരു വീഴ്ച സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് അവരുടെ മാറിപ്പോയ അല്ലെങ്കിൽ അവർക്ക് മാറി നൽകിയ ഉത്തരക്കടലാസുകൾക്ക് പകരമായി അവരുടെ തന്നെ യഥാർത്ഥ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ CBSE നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പരീക്ഷാ ഫലം വന്നതിന് ശേഷം ഇങ്ങനെ വ്യാപകമായി ഈ ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുകയാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ അതിനൊരു പരിഹാരം CBSE കാണുന്നു. പിഴവ് CBSE സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. ശരി, എന്തായാലും ഉത്തരക്കടലാസുകളുടെ പകർപ്പ് മാറി നൽകിയെന്ന പരാതിയിൽ എന്തായാലും CBSE വീഴ്ച സമ്മതിക്കുന്നുണ്ട്. പരാതി ഉന്നയിച്ച വിദ്യാർത്ഥികൾക്ക് ശരിയായ ഉത്തരക്കടലാസുകളുടെ പകർപ്പും നൽകിയിട്ടുണ്ട്. ആന്റണി ജിസ്റ്റോറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനാക്രമണത്തിൽ മരണം. വയനാട് പുത്തുമലയിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. പുത്തുമല സ്വദേശി ജെസ്സിയാണ് കൊല്ലപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന ഭർത്താവ് ഷാജിക്ക് പരിക്കേറ്റു. മേപ്പാടി ചൂരൽമല പ്രധാന റോഡിൽ ഇന്ന് രാവിലെയാണ് ആക്രമണമുണ്ടായത്. ഇരുവരും ജോലിക്കായി ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവെയാണ് കാട്ടാന ആക്രമിച്ചത്. മരിച്ച ജെസ്സിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഏതായാലും സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. വയനാട് പുത്തുമലയിലാണ് കാട്ടാനാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടത്. ഈ ഒരു സംഭവത്തെ തുടർന്ന് വലിയ പ്രതിഷേധം തന്നെയാണ് വയനാട്ടിൽ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കാട്ടാനാക്രമണത്തിലാണ് ഒരു സ്ത്രീക്ക് 48 വയസ്സുകാരിക്ക് ജീവൻ നഷ്ടമായത്. ജെസ്സിയാണ് കൊല്ലപ്പെട്ടത്. പുത്തുമല സ്വദേശിയാണ്. കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് ഷാജിക്കും പരിക്കേറ്റിട്ടുണ്ട്. മേപ്പാടി ചൂരൽമല പ്രധാന റോഡിൽ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ ആക്രമണമുണ്ടായത്. ഇരുവരും ജോലിക്കായി ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവെയാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമിച്ചത്. ഏതായാലും മരിച്ച ജെസ്സിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്.